ഉരുൾപൊട്ടലിനെ അതിജീവിച്ച മുനീർ അത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ചൂരൽമല സ്വദേശിയാണ്. ആ ദിവസത്തെ മുനീർ ഓർക്കുന്നുണ്ട്. ആ ദിവസം ആ സമയം എങ്ങനെ ഓർക്കും? ആ സമയം ഇതേ പറഞ്ഞാൽ ഒരു 12:45 പെട്ടെന്ന് എണീക്കുന്നത്. അല്ല, 1:45. പെട്ടെന്ന് സൗണ്ട് ഉണ്ടായി, ഭയങ്കര സൗണ്ട്. അപ്പോൾ അതിന് വെച്ചാൽ എന്താ അപ്പോൾ സൗണ്ട് കേൾക്കണേ, അപ്പോൾ വെള്ളം പോവാണ് അതിൻ്റെ സൗണ്ട് കേൾക്കാരെന്ന് പറഞ്ഞു. അത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് അടുപ്പിച്ച് വന്നു. പിന്നെ പെട്ടെന്ന് മുറ്റത്ത് കൂടെ ഗ്രില്ലിട്ട് ഇവിടെ സിറ്റ് ഔട്ടിലാണ് നിൽക്കുന്നത്. ഫ്രണ്ടിലൂടെ വെള്ളം പെട്ടെന്ന് ഒരൊറ്റ പോക്ക്. അപ്പോൾ തന്നെ എല്ലാവരും പതറി. ഞാൻ ഉടനെ എൻ്റെ റൂമിൽ തൊട്ടത് തന്നെ അവിടുന്ന് പോയി എൻ്റെ കുഞ്ഞിനെടുത്തു. ഇവരെ വൈഫിനെയും കുഞ്ഞിനെയും വിളിച്ചു. എൻ്റെ ഒരു കുഞ്ഞിനെ എടുത്തു. പുറത്ത് എത്തിയപ്പോൾ തന്നെ ഗ്രില്ലിൽ നിന്ന് കറക്റ്റ് വെള്ളം വന്നു. ചളിയും മരവും ഇതൊക്കെ വന്ന് എനിക്ക് തിരിയാൻ ടൈം കിട്ടിയില്ല. അടിച്ചു അവിടെ ടൈറ്റായി നിന്നു. ഫാദറിനെ അതേമാതിരി ടൈറ്റാക്കി അവിടെ ഒരു ചളിയിൽ നിർത്തി, ടൈറ്റായി. പിന്നെ ഒരു മോനുണ്ടായിരുന്നു ചെറിയ, എൻ്റെ കയ്യിലുണ്ടായ കുഞ്ഞ് വെള്ളത്തിൽ ഒലിച്ചുപോയി. എൻ്റെ ഉമ്മയുണ്ടായിരുന്നു കൂടെ, അവരും ഒലിച്ചുപോയി. കുഞ്ഞ് ഒരു കിലോമീറ്റർ, ഒരു 10-500 മീറ്റർ പോയിട്ട് ഒരു മരത്തുമ്പോൾ പിടിച്ച് അവിടെ നിന്നു. 6 വയസ്സുള്ള കുഞ്ഞ്. അതിലൂടെ വരുന്ന ഒരു സർഫ് പറഞ്ഞ ഒരു അവിടെ അവരെന്നെ രക്ഷപ്പെട്ട് വരുമായിരുന്നു. അവരെ കൂട്ടി എടുത്തു വന്നു. ചുമ്മാനെ ഇതുവരെ കിട്ടിയില്ല. വാപ്പാനെയും എൻ്റെ അനിയനും ഇവരൊക്കെ വന്ന് പിന്നെ രക്ഷപ്പെടുത്തി. അപ്പോൾ തന്നെ ഞങ്ങളാകെ പതറി. വെള്ളം കൂടിക്കൊണ്ടിരിക്കുന്നത്, ചളി ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മാതിരി ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞങ്ങളെ നാട്ടിൽ തന്നെയുള്ള കാരുണ്യ റെസ്ക്യൂ ടീം, ആ ടീം പെട്ടെന്ന് അവരെയൊക്കെ എല്ലാ സജ്ജീകരണങ്ങളുണ്ട്. അത് എത്രയും പെട്ടെന്ന് വന്ന് അവിടുന്ന് രക്ഷിച്ചു. ഞങ്ങൾ രക്ഷിച്ച് പുറത്തപ്പോൾ തന്നെ അടുത്ത ഉരുളുപൊട്ടലും വെള്ളം കൂടുതലൊക്കെ ചെന്നു. പക്ഷേ അവരൊരു 10 മിനിറ്റ് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളവിടെയുള്ള കുറേ ആൾക്കാർ പിന്നെയും പോയിരുന്നു. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പിന്നെ ഒരു ഉമ്മയും മോനും പോയി. അതിന് തൊട്ടപ്പുറത്ത് ഒരു മോനും ഉമ്മയും വാപ്പയും പോയി, വല്യപ്പയും പോയി. ഒരു പെട്ടെന്ന് മറക്കാന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭവം. കണ്ണ് തുറന്ന് ഇങ്ങനെ കാണുക, ചളി ഇത് വലിയ മരം ഇതൊക്കെ വരുന്നത്. വന്ന് തിരിയാൻ നോക്കുമ്പോൾ തന്നെ പെട്ടുപോയി. മൊത്തത്തിന് ചളിയും ഒക്കെ വന്നു. ചളിവെള്ളം കുടിച്ചതിൻ്റെ ശേഷമാണ് എൻ്റെ മോനെ വിട്ടത്. നമ്മൾ സ്വന്തം മകനെ വിടുമ്പോൾ അത്രത്തോളം നേരെ ലാസ്റ്റ് ചളിയിൽ നിന്നാണ് ഒലിച്ചു പോകുന്നത്. പരിക്കിപ്പോൾ കാലിന് കുറച്ച് ഇതുണ്ട്, ഒരു 4-5 സ്റ്റിച്ച് ഉണ്ട്. പിന്നെ വാരിയെല്ലാം ഒരു 2-3 സ്ക്രാക്ക് ഉണ്ട്. പിന്നെ കൈ ഷോൾഡർ നരമ്പും പൊട്ടിക്കണേ. അങ്ങനെ എത്ര മനുഷ്യരുടെ അതിജീവന കഥ ആശുപത്രിക്കുള്ളിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നു. വിപിൻ വെള്ളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 വയനാട്.